യോഗ്യരായ സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉലമാക്കളെ, പ്രിയമുള്ള സംഘടനാ പ്രവർത്തകരെ, മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ ദിൽ ഖുവ്വത്തിൽ മതീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാദിഖിൽ വഅദിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. صدق الله مولانا العظيم. ബഹുമാനികളെ, കൂടുതൽ സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ സുപ്രധാനമായ വിഷയങ്ങളുടെ അവതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പലരുടെയും അവതരണങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു സമ്മേളനം ആദർശ സമ്മേളനമാണ്. ഇത് വളരെ അനിവാര്യമായിട്ടുള്ള സമ്മേളനങ്ങൾ, അതായത് പഠന കൺവെൻഷനുകളാണ്. പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും അതിൻ്റെ ആദർശങ്ങളൊക്കെ തന്നെ അത് അസ്ലുഹ സാബിത്തുൻ വഫർഉഹ ഫിസ്സമാ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വളരെ അടിത്തറ ഉള്ളതും ആധികാരികമായ തെളിവുകളിന്മേൽ കെട്ടിപ്പടുക്കപ്പെട്ടതുമായ കാര്യങ്ങളാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന ഈ കൊട്ടാരം, അതിൻ്റെ അടിത്തറ വളരെ ശക്തമാണ്. ഒരാൾക്കും പൊളിച്ചു കളയാൻ സാധിക്കാത്ത, നിലനിന്നു പോന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് ഇന്ന് വരെ പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിട്ടുള്ള, നിലനിന്ന് പോന്നിട്ടുള്ള, ഇന്ന് വരെ ആരും തകർക്കാൻ ഉദ്ദേശിച്ചിട്ടും അത് തകർക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന ഒരു കൊട്ടാരമാണ്. അതിൻ്റെ അടിത്തറയാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആധികാരികമായ തെളിവുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് അത് നമ്മുടെ സാമൂഹ്യപരമായ ഒരു കടമയാണ്. ഫർള് കിഫയാണ്, നിർബന്ധമായ കടമയാണ്. ആ കാര്യമാണ് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിലേക്കുള്ള ദഅവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാർഗമാണ്. ആ മാർഗങ്ങളിലൊന്നാണ് നമ്മുടെ ഇത്തരത്തിലുള്ള പഠന ക്യാമ്പുകൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പരിപാടികളിലൂടെ ഈ സമൂഹത്തിൽ പടർന്നു പിടിക്കാൻ പോകുന്ന പിഴച്ച വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമൊക്കെ സമുദായത്തിൽ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടി നാം വളരെ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒമ്പിച്ച വിജയകരമായി ഇതൊക്കെ നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനീ ദഅവത്തിൻ്റെ ഒരു രീതി നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അംബിയാ മുർസലീങ്ങൾ ദഅവത്ത് നടത്തി. അവരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരും അവരെ പിൻപറ്റുന്നവരും ഈ ദഅവത്തിൽ പങ്കാളികളാവുമ്പോൾ അവർ ഉൾക്കൊള്ളേണ്ടുന്ന, അവർ സ്വീകരിക്കേണ്ടുന്ന രീതികളെ സംബന്ധിച്ചും മര്യാദകളെ സംബന്ധിച്ചും ആവശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു വാക്യമാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക. നബിയെ തങ്ങൾ ക്ഷണിക്കുക. ഇതെല്ലാവർക്കും ബാധകമാണ്. ദഅവത്തിന് അർഹരായിട്ടുള്ള അമ്പിയാക്കളുടെ അനന്തരാവകാശികളായിട്ടുള്ള പണ്ഡിതന്മാർക്കൊക്കെ എല്ലാവർക്കും ബാധകമാകുന്ന ഒരു ഖിതാബാണ് ഉദ്ഉ. നബിയെ തങ്ങൾ ക്ഷണിക്കുക. ഇലാ സബീലി റബ്ബിക, തങ്ങളുടെ നാഥൻ്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിലേക്കുള്ള മാർഗം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിലേക്കുള്ള ദഅവത്താണ്. ആ ദീനിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് സബീല റബ്ബിക്, ഇലാ സബീലി റബ്ബിക്, റബ്ബിലേക്കുള്ള വഴിയെന്നാണ്. അപ്പം നമ്മളുടെ ഈ പരിശുദ്ധമായ ദീന് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് നമ്മളൊക്കെ അള്ളാഹുവിങ്കലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ആ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയുടെ മര്യാദകൾ, അതിൻ്റെ ചിട്ടകൾ, അതാണ് പരിശുദ്ധമായ ദീനെന്ന് പറയുന്നത്. ആ പരിശുദ്ധമായ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? ഉദ്ഉ ഇലാ സബീലി റബ്ബിക, തങ്ങളുടെ നാഥനിലേക്കുള്ള വഴിയിലേക്ക് തങ്ങൾ ക്ഷണിക്കുമ്പോൾ ബിൽ ഹിക്മത്തി, ഹിക്മത്ത് കൊണ്ടായിരിക്കണം. എന്താണ് ഹിക്മത്ത് എന്ന് പറയുന്നത്? വെറും ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നതല്ല ഹിക്മത്ത് എന്ന് പറയുന്നത്. അറിവ്, വെറും ഒരു അറിവ് എന്ന് മാത്രമല്ല ഹിക്മത്ത് എന്ന് പറയുന്നത്. ഹിക്മത്ത് എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. പക്ഷേ അൽ ഇൽമുൻ നാഫി, സത്യസന്ധമായ അറിവായിരിക്കണം. ഒന്ന്, നിബന്ധനകളൊത്ത അറിവിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഒന്നാമത്തെ നിബന്ധന സത്യസന്ധമായ അറിവായിരിക്കണം. അത് ഗുരുനാഥന്മാരിലൂടെ, സത്യസന്ധരായ ഗുരുനാഥന്മാരിലൂടെ, ഉസ്താദുമാരിലൂടെ കരസ്ഥമാക്കുന്ന അറിവായിരിക്കണം. അതുമാത്രമേ സത്യസന്ധമായ അറിവാവുകയുള്ളൂ. ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ച് ആരെങ്കിലും എഴുതിയത് നോക്കി എന്തൊക്കെയോ പഠിച്ചുണ്ടാക്കുന്നതിന് ഹിക്മത്ത് എന്ന് പറയാൻ സാധിക്കൂല. സത്യസന്ധമായ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും സഹാബത്തിൻ്റെ ചര്യയിൽ നിന്നും മഹാന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന വ്യാഖ്യാനങ്ങളിൽ നിന്നും മഹാന്മാരായ ഗുരുനാഥന്മാരിലൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട്, കൃത്യമായിക്കൊണ്ട് നാം പഠിച്ച് മനസ്സിലാക്കുന്ന അറിവാണ് ശരിയായ അറിവ്. അങ്ങനെയുള്ള സത്യസന്ധമായ അറിവുണ്ടാവണം. അത് പോരാ. ആ അറിവ് അത് ഫലപ്രദമായിരിക്കണം, അത് ഉപകാരപ്രദമായിരിക്കണം, അതുകൊണ്ട് അമല് ചെയ്യണമെന്നർത്ഥം. അതാണ് മറ്റൊരു നിബന്ധന. അതും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. ഖശിയത്ത്. അപ്പം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഫലപ്രദമായി ഉപകാരപ്രദമായ സത്യസന്ധമായ അറിവ്, അത് നാഫിയ ഇൽമ് എന്ന് പറയും. പണ്ട് കാലത്തൊക്കെ ദുആ ചെയ്യാൻ പറയാലോ, നാഫിയ ഇൽമിട്ടാന്ന് വേർക്കണമെന്ന്. ആ ഒറ്റ വാക്കിൽ പറയുന്നതിനാ നാഫിയ ഇൽമ്. അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അറിവ് കൊണ്ടായിരിക്കണം. അപ്പം നമ്മൾ അറിവ് കരസ്ഥമാക്കണം. അറിവ് വേണം. അറിവില്ലാത്തവൻ ദഅവത്ത് നടത്തിയാൽ
അത് ഉപദ്രവമാണ് ചെയ്യുക, ഉപകാരമല്ല. ഇൽമു വേണം. വൽ മൗഇദത്തിൽ ഹസന, നല്ല നിലക്കുള്ള ഉപദേശം. രണ്ടാമത്തത് ഗുണകാംക്ഷി. ഒരാളോട് നാം ഉപദേശം ചെയ്യുമ്പോൾ ആള് നന്നാവണം എന്നുള്ള ആ ഒരു നുസ്ഹ്, ഗുണം കാംക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഉള്ള ഉപദേശം. മൗഇദത്ത് വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. പലർക്കും സംശയങ്ങളുണ്ടാവും, സംശയാലുക്കളുണ്ടാകും, സംശയത്തിൽ അകപ്പെട്ടു പോയവരുണ്ടാകും, തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയവരുണ്ടാകും. അവരോടൊക്കെ സംവാദങ്ങൾ നടത്തേണ്ടി വരും. എന്തിനാപ്പോൾ ഒരു സംവാദം? അതൊക്കെ ഒരു കുഴപ്പമുണ്ടാക്കലല്ലേ? അത് കുഴപ്പമുണ്ടാക്കലല്ല, സതുദ്ദേശത്തോടുകൂടെ നടത്തപ്പെടുന്ന സംവാദങ്ങൾ. ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിലും നല്ല മാർഗത്തിലുമുള്ള സംവാദങ്ങൾ അത് അല്ലാഹു കൽപ്പിച്ചതാണ്. മുജാദല, മുനാദറ എന്ന് പറയുന്നത്. സംവാദങ്ങൾ പല നിലക്കുണ്ട്. ചിലത് സത്യം വെളിവാകാൻ വേണ്ടിയുള്ള സംവാദം. രണ്ടാളുകൾ ചർച്ച നടത്തും. പരസ്പരം ചർച്ച നടത്തിയാൽ എന്താണ് സത്യം എന്ന് വ്യക്തമാകാൻ അത് ഉപകാരപ്പെടും. അതിനു വേണ്ടിയുള്ള മുനാദറുണ്ട്, അതൊരു മുനാദറ്. മറ്റൊന്ന് സത്യം സത്യമായി 100% സത്യമാണെന്ന് ബോധ്യമായ കാര്യങ്ങൾ, അത് ബോധ്യമാകാത്ത ആളുകൾക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് ഇതാണ് സത്യം എന്ന് സത്യാന്വേഷികളായ സാധാരണക്കാരായ ആളുകൾക്ക്, ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. തൻ്റെ എതിർകക്ഷി പറയുന്നത് ബാത്തിലാണ്, അത് സത്യമല്ല, യഥാർത്ഥ സത്യം നാം പറയുന്നതാണ് എന്ന് പൊതുവിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, പുതിയൊരു സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല. കാരണം 100% സത്യമാണെന്ന് ബോധ്യമായ കാര്യങ്ങളിൽ പിന്നെന്തിനാ മുനാദറ നടത്തുന്നത്? അത് മറ്റുള്ളവർക്ക് സത്യം ഇതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി. പിന്നെ സ്വശരീരത്തോടുള്ള വാദപ്രതിവാദങ്ങളുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ഒരു പ്രാവശ്യം ജാമി എന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി എന്നോടങ്ങോട്ട് മുനാദറ നടത്തിയെന്ന്. ഉസ്താദ് തന്നെ ഉസ്താദിനോട് മുനാദറ നടത്തുകയാണ്. അതെന്ത് മുനാദറേ? അത് തെളിവുകൾ പരസ്പരം താരതമ്യം ചെയ്ത് പഠിക്കുക. ഒരാശയത്തിന് ഒരുപാട് തെളിവുകളുണ്ടാവും, ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾക്കൊക്കെ വിവിധ തെളിവുകളുണ്ടാവും. അപ്പോൾ ആ തെളിവുകൾ വെച്ചിട്ട് ഇങ്ങനെ ആയാലെന്താ, അങ്ങനെ ആയാലെന്താ, ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ, ആ തെളിവിൻ്റെ, അത് പരസ്പരം താരതമ്യം ചെയ്ത് പഠനം നടത്തി അതിൽ പ്രബലമായത് എന്താണ്, ബലപ്പെട്ടത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സ്വന്തം മസ്തിഷ്കം, സ്വന്തം തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഫിക്ർ, നളർ, അത് ശരീരത്തോടുള്ള അല്ലെങ്കിൽ സ്വന്തം ബുദ്ധി കൊണ്ട് സ്വയം ചെയ്യുന്ന ഒരു മുനാദറയാണ്. അങ്ങനെയുണ്ട്. പക്ഷേ ഈ പറയുന്നത് അസത്യവാദികളായ ആളുകൾ, അവർ മുശ്രിക്കുകളാണെങ്കിലും കാഫിറുകളാണെങ്കിലും മുബത്തദീകളാണെങ്കിലും മറ്റ് ദലാലത്തിൻ്റെ കക്ഷികളാണെങ്കിലും അവരോട് സത്യം എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മുനാദറ. വജാദിൽഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാദറ നടത്തുന്നത് എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സത്യം ബോധ്യപ്പെടാനല്ലല്ലോ, അത് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി മുനാദറിൻ്റെ ആവശ്യമില്ല. അത് എതിർ കക്ഷിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ജാദിൽഹും, അവരോട് നബിയെ തങ്ങൾ മുജാദല നടത്തുക, മുനാദറ നടത്തുക, സംവാദം നടത്തുക. ബില്ലത്തി ഹിയ അഹ്സൻ, അതിലൊരു ദുരുദ്ദേശങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും നല്ല ഉദ്ദേശത്തോടുകൂടെ, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല മാർഗത്തിൽ. സത്യം മനസ്സിലായാൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സന്മനസ്സുകൂടി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സമീപന രീതികൾ ഉപയോഗിച്ചു കൊണ്ടുള്ള സംവാദങ്ങളാണ്. ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ.
അപ്പോൾ ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ പലതരത്തിൽ നമ്മളെ വഴിപഴപ്പിക്കുന്നതിന് വേണ്ടി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പരിശുദ്ധമായ വിശ്വാസ അനുഷ്ഠാന ആചാരങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിപ്പിക്കുന്നതിന് വേണ്ടി, വഴിപഴപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല വിധത്തിലുള്ള പ്രചാരങ്ങളും പ്രസിദ്ധീകരണങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ ഹക്കിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി, സത്യത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നമ്മുടെ ആധികാരിക തെളിവുകൾ പഠിപ്പിക്കുക എന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് നാം എല്ലാവരും അതിൽ ജാഗ്രത പാലിക്കുകയും നമ്മൾ പരമാവധി അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത് നമ്മുടെ സംഘടനകൾ, നമ്മുടെ പ്രവർത്തകന്മാർ അതിനുവേണ്ടി പ്രവർത്തിക്കണതൊക്കെ നമ്മളുടെ പൂർവികന്മാരായ ശൈഖുനാ ശംസുൽ ഉലമ, അതുപോലെയുള്ള ഇ.കെ. മുസ്ലിയാർ തുടങ്ങിയുള്ള വലിയ വലിയ KV മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ കോട്ടുമല ഉസ്താദ്, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയുള്ള നമ്മളുടെ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ, അതിൻ്റെ മുമ്പുള്ള തലമുറ മഹാന്മാരായ വലിയ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അത് നിറവേറ്റൽ നമ്മളുടെ ബാധ്യതയാണ്. ഈ 15ാമത്തെ നൂറ്റാണ്ട് വരെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് കഠിനാധ്വാനം ചെയ്ത് തലമുറകളായി ഈ പരിശുദ്ധമായ ദീനിനെ കൈമാറി വന്ന് നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. വളരെ ആലോചിക്കണം. കഠിനാധ്വാനം ചെയ്ത് തലമുറകളായി ഈ 15ാം നൂറ്റാണ്ട് ഹിജറയിൽ ജീവിക്കുന്ന നമ്മളുടെ കരങ്ങളിലേക്ക് അവർ കൈമാറി തന്നിരിക്കുകയാണ്. നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്? അടുത്തു വരാൻ പോകുന്ന തലമുറയിലേക്ക് നാം ഇതിനെ കൈമാറിക്കൊടുക്കണം. അത് കൈവിട്ടു പോകാൻ പാടില്ല, അത് ചോർന്നു പോകാൻ പാടില്ല, അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നാം കൈമാറിക്കൊടുക്കണം. ഒരക്ഷരത്തിന് വ്യത്യാസമില്ലാതെ, ഒരു പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ, അതിൻ്റെ ആധികാരിക തെളിവുകൾ, അത് സംബന്ധമായിട്ടുള്ള അറിവുകൾ നമ്മൾ കൈമാറിക്കൊടുക്കണം. അങ്ങനെ അവരവരുടെ ശേഷമുള്ള തലമുറക്ക് കൈമാറിക്കൊടുക്കണം. ഇത് ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു വരെ ഇത് കൈമാറി സത്യം ഇവിടെ നിലനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഭാഗവാക്കുകളാകുവാനും നമ്മളുടെ കഴിവിൻ്റെ പരമാധിപതി അതിൽ പങ്കാളികളാകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനുള്ള തടസ്സങ്ങൾ ഇവിടെ ആര് സൃഷ്ടിക്കുകയാണെങ്കിലും ആ തടസ്സങ്ങളൊക്കെ അള്ളാഹു നീക്കി നമ്മളുടെ മുന്നിലുള്ള വഴികൾ വിശാലമായ നിലക്ക് അള്ളാഹു തുറന്നു തന്ന് മുന്നോട്ട് ഗമിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന വിശുദ്ധമായ പരിശുദ്ധ ഖുർആൻ വാക്യം കൊണ്ട് ഈ മുബാറക്കായ മജ്ലിസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം പോയി.